അപ്പൊ അങ്ങനെ ഉള്ള പഴയ ബന്ധം കർത്താവ് എന്നെ തൊടുന്നതിന് മുമ്പ് വിശ്വസിച്ചാൽ തൊട്ടു. മരണകരമായ അവസ്ഥയിൽ കൊണ്ടുപോയി, സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞു പോകുന്നത്. മരണകരമായ അവസ്ഥയിൽ കൊണ്ടുപോയി ഒരു കൺവെൻഷൻ വേദിയിൽ നിൽക്കുമ്പോൾ ദൈവം തൊട്ടു. അവൻ സ്തോത്ര ഹല്ലേലൂയ, ഭാര്യയും മക്കളും ഒക്കെ അടങ്ങുന്ന മോനിപ്പം ഇളയമരെ ഭാര്യ ഗർഭിണിയായിരുന്നു 6 മാസം. മകള് വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്നു. മെസ്സോട്ടിപ്പം മാവേലിക്കൽ ടൗണിലെ സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് കടയുണ്ട്. അപ്പോൾ വിശ്വസിച്ചാൽ ഞങ്ങൾ വളരെ ആത്മീയ ബന്ധമാണ്. പിന്നെ 2 ഡിനോമിനേഷൻ ആയിരിക്കുന്നതേ ഉള്ളൂ. ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തും, ഉറപ്പായിട്ടും എത്തും. കർത്താവിന്റെ സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ ഈ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നത്. അവരൊറ്റ വാക്കിൽ നന്ദി പറയുന്നു. വിശ്വസിച്ചാൽ ഈ ദൈവദാസനെ നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്താണെന്ന് വെച്ചാൽ വീടും കൂടും ഒക്കെ വിട്ട് മക്കളെ കിട്ടോ. ആ മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കരിയർ ഈ 2 മക്കളും അവിടെ വന്ന്, വൈഫും വന്ന്. എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാടേ പറഞ്ഞുള്ളൂ, ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിനകത്ത് പേഴ്സ് ഏതാണ് മേടിക്കാൻ വന്ന. അപ്പോൾ നമ്മൾ ഈ പേഴ്സിൻ്റെ അകത്ത് ആവശ്യം പോലെ കാശ് തരുന്നു. നിങ്ങളതിനും പോകണ്ട, ദൈവം നിങ്ങൾ കൊണ്ടുതരും. കാശല്ല നമുക്ക് വരുന്നത്, അതിൻ്റെ പ്രാർത്ഥനയാണ്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസനുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയമില്ല. അതിൻ്റെ ഇടിവിൽ 2 മക്കളെയും അപ്പനെയും അമ്മയും ഭാര്യയും വിട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വളരെ അധികം കടയിൽ വരുമ്പോൾ ഞാൻ പറയുകയും ചെയ്യും, ഇതുപോലെ ഇങ്ങനൊരു ദേവദാസനെ കിട്ടിയത് ഈ സഭയ്ക്കും ബാക്കിയുള്ള സഭയ്ക്കും അനുഗ്രഹമായിരിക്കും. ഈ ബൈബിൾ ക്ലാസിന്റെ ഉദ്ഘാടനം അതും ദൈവം അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയമില്ല. ഇതിനെല്ലാം ഉപരി നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം, ദൈവ ഭാഗ്യം എന്ന് പറയും. അതെ, എനിക്ക് വേറൊന്നും പറയാനൊന്നും അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, ഒന്നിനും കൊള്ളാത്തവരായിരുന്നു ഞങ്ങൾ. ഒരു സമയത്ത് മാവേലിക്കൽ അടക്കി വാഴുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങളെ വിട്ട് പലരും പോയി. ഇപ്പം ഞങ്ങൾ 3-4 പേരൊക്കെ പോകുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പോയി. ഞാൻ 2003 6-ാം മാസം 6-ാം തീയതി ഈ ലോകത്തോട് വിട പറയണ്ടേ. ഡോക്ടർമാർ വരെ എന്നെ തള്ളി, ഒന്നിനും കൊള്ളത്തില്ല. ഒരു ക്രൂസൈഡ് നടന്നുകൊണ്ടിരിക്കുക. അന്ന് സുരേഷ് ബാബു പറഞ്ഞു, 2000-ലാന്ന് തോന്നുന്നു എനിക്ക്. എന്നാലും അവിടെ ABJ-യുടെ ഒരു ക്രൂസൈഡ് നടന്നപ്പോൾ ഞാൻ പയ്യെ കൊച്ചു പോയി. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ അമ്മാച്ചന്മാർ വന്നു. അന്നേരം അവരെ കാണാൻ വേണ്ടി അവരങ്ങോട്ട് പോയി. ഞാൻ കടയുടെ അവിടെ നിന്ന് അപ്പം പയ്യെ ഞാൻ നടന്ന് അവിടെ ചെന്നു. അന്നേരം 5 അടി നിൽക്കുമ്പോൾ 5 അടി നടക്കുമ്പോൾ തല ഇതാണ്. പിന്നെയും അവിടെ അവസാന നിമിഷം ഈ ദൈവദാസൻ അവിടെ നിന്ന് ഒരു 10-20 പേരുടെ പേര് പറയും. ഇതൊന്നും നമുക്കറിയാം. എൻ്റെ പേര് വന്നു, വീട്ടുപേര് വന്നു. ഇതെല്ലാം വന്നപ്പോൾ എനിക്ക് അന്നേരം അവിശ്വാസമായിരുന്നു. വളരെ ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, എത്രയും മരുന്ന് കഴിച്ചാലും എനിക്ക് വളരെ തപ്പും. ഞാൻ പയ്യെ തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകും. ആ ദേവദാസനെ കാണാനും പോയിട്ടില്ല. അന്നത്തെ ആ നിലയാ. തിരിച്ചു വന്ന വീട്ടിലും പറഞ്ഞില്ല. അപ്പൊ അവസാനം ഇങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കുറച്ചോട്ടേ കുറച്ച് ഇപ്പം മരുന്നില്ല. ഇപ്പം മരുന്നുണ്ടെന്ന് പറഞ്ഞാൽ BP-യുടെ മരുന്ന് ഇപ്പം കഴിക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഇതില്ല. ഡോക്ടറെ പോയി കാണുന്നുമില്ല. ആ ഡോക്ടറെ പറഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിനെ കൊണ്ട് യാതൊരു ഒന്നും ചെയ്യാനില്ല, ഒരു ബൊമ്മയായിട്ടിരിക്കും. ആ ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തി. ഇതിവിടെ മാത്രമേ ഞാൻ സാക്ഷ്യം പറഞ്ഞുള്ളൂ. എൻ്റെ സഭയെ പോലും ഞാൻ ശരിയായിട്ട് സാക്ഷ്യം പറഞ്ഞു. എനിക്കിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യം, ഒത്തിരി കാര്യം. ഞാൻ പറഞ്ഞിട്ടില്ല, കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. ദൈവം തന്ന ആയുസ്സും ആരോഗ്യം ഇപ്പോഴും നിൽക്കുന്നത്, ഇനി അങ്ങോട്ടും. പിന്നെ ദേവദാസൻ പറഞ്ഞ എൻ്റെ മക്കളും ഭാര്യയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ അനുഗ്രഹമായിട്ടിരിക്കുന്നു.